Today we are going to discuss about the types of planning. Right, that is the topic for today. That is the types of planning. Okay, so let us see the types of planning. So planning is classified on the basis of time, levels, broadness, and use. So on the basis of time, on the basis of levels, on the basis of broadness, and on the basis of use. Okay, use ആണ് ഒരു റീസൺ. യൂസ് ആണ് ഉപയോഗത്തിനെ ബേസ് ചെയ്തുകൊണ്ട് പ്ലാനിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ടൈമിനെ ബേസ് ചെയ്തുകൊണ്ട്, ലെവൽസിനെ ബേസ് ചെയ്തുകൊണ്ട്, ആൻഡ് ഫൈനലി ദ ബ്രോഡ്നെസ് ഓൾസോ. ക്ലിയർ? So let us see on the basis of time how plans are classified. പ്ലാനിനെ എങ്ങനെയാണ് ടൈമിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഓൺ ദ ബേസിസ് ഓഫ് ടൈം ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് ലോങ് ടേം, മീഡിയം ടേം ആൻഡ് ഷോർട്ട് ടേം പ്ലാൻസ്. മൂന്ന് രീതിയിലാണ്, ലോങ് ടേം ആയിട്ടും മീഡിയം ടേം ആയിട്ടും ഷോർട്ട് ടേം ആയിട്ടും. ലെറ്റ് us see how these are. പ്ലാൻസ് ലോങ് ടേം ആയിട്ടുള്ള പ്ലാൻ എങ്ങനെയാവും? ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ 3 years, 3 വർഷത്തിനേക്കാളും കൂടുതൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ those plans are said to be for long term plans ആണ്. ക്ലിയർ? അപ്പോൾ ഈ ഒരു പ്ലാൻസ് പലപ്പോഴും ലോങ് ടേം ഇൻ നേച്ചർ ആവും. ഈ പ്ലാൻ അധികം ഉണ്ടാക്കുക ആരായിരിക്കും? ടോപ്പ് മാനേജ്മെന്റ് ആയിരിക്കും ഈ പ്ലാൻ ഉണ്ടാക്കുക. ആൻഡ് നെക്സ്റ്റ് ഇസ് മീഡിയം ടേം പ്ലാൻസ്. So medium term plans varies between 1 to 1 തൊട്ടിട്ട് 3 വർഷം വരെയാണ് മീഡിയം ടേം പ്ലാൻ. ക്ലിയർ? മീഡിയം ടേം പ്ലാൻ 1 തൊട്ടിട്ട് 3 വർഷം വരെയാണ് മീഡിയം ടേം പ്ലാൻ. പലപ്പോഴും മിഡിൽ ലെവൽ മാനേജേഴ്സ് ആണ് ഈ പ്ലാൻ ചെയ്യാറ്. ഷോർട്ട് ടേം പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ലെസ് ദാൻ 1 year. ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന പ്ലാനുകളാണ് ഷോർട്ട് ടേം പ്ലാൻ. ആരായിരിക്കും ആ പ്ലാന് സെറ്റപ്പ് ചെയ്യുക? പലപ്പോഴും ആ പ്ലാന് സെറ്റപ്പ് ചെയ്യുക മിഡിൽ ലെവൽ ഓർ ലോവർ ലെവൽ. ഈ ഒരു പ്ലാൻ, അതായത് ഇവർ രണ്ടുപേരും, അതായത് ടോപ്പ് മാനേജ്മെന്റും ലോവർ ലെവൽ മാനേജ്മെന്റും സെറ്റ് ചെയ്തതാണ്. ലോവർ ലെവൽ അല്ല, മിഡിൽ ലെവൽ മാനേജ്മെന്റും സെറ്റ് ചെയ്ത പ്ലാൻസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷോർട്ട് ടേം പ്ലാൻസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് അച്ചീവ്ഡ് ബൈ ഹൂ ഇസ് അച്ചീവിങ് ദാറ്റ്? ഇറ്റ് ഈസ് അച്ചീവ്ഡ് ബൈ ലോവർ ലെവൽ മാനേജ്മെന്റ്. ലോവർ ലെവൽ മാനേജ്മെന്റ് ആണ് ഷോർട്ട് ടേം പ്ലാൻസ് അച്ചീവ് ചെയ്യണത്. ക്ലിയർ? സോ പ്ലാൻസ് ആർ ക്ലാസിഫൈഡ് ആസ് 3 ഓൺ ദ ബേസിസ് ഓഫ് ടൈം: ലോങ് ടേം പ്ലാൻസ്, മീഡിയം ടേം പ്ലാൻസ് ആൻഡ് ഷോർട്ട് ടേം പ്ലാൻസ്. റൈറ്റ്? ആൻഡ് ലെറ്റ് us see how plans are classified on the basis of managerial levels. ലെവൽസിനെ ബേസ് ചെയ്തിട്ട് പ്ലാൻസ് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് മാനേജീരിയൽ ലെവൽസ്, plans are classified as top level plan, middle level plan and lower level plan. 3 പ്ലാൻ ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത് മാനേജീരിയൽ ലെവലിൽ. ഇപ്പോൾ ടോപ്പ് ലെവൽ പ്ലാൻ എന്ന് പറയുമ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഫോർമുലേറ്റ് ചെയ്യണതാണ് ഡയറക്ടേഴ്സ്, ജനറൽ മാനേജർ. അവരൊക്കെയാണ് ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ പോളിസീസ്, പ്രോഗ്രാംസ് ഒക്കെ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ചെയ്യണതാണ് ടോപ്പ് ലെവൽ പ്ലാൻസ്. മിഡിൽ ലെവൽ പ്ലാൻസ് ഡിപ്പാർട്ട്മെന്റൽ മാനേജേഴ്സ് പ്രിപ്പയർ ചെയ്യണതാണ്. ക്ലിയർ? ഇറ്റ് ഇസ് ഫോർ എ മീഡിയം ടേം പീരീഡ്. നേരത്തെ പറഞ്ഞതിന്റെ നേരെ തിരിച്ചാണ്. ലോവർ ലെവൽ പ്ലാൻസ് സൂപ്പർവൈസറി ലെവലിലുള്ളവർ അച്ചീവ് ചെയ്യണതാണ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ഓൺ ദ ബേസിസ് ഓഫ് ബ്രോഡ്നെസ്. On the basis of broadness, the plans are classified into 2. One is corporate level plan and second one is departmental level plan. Clear? Corporate level plan എന്താ? This is prepared for the whole organization and to achieve the organizational objectives. Complete organization വേണ്ടി സെറ്റപ്പ് ചെയ്തതാണ് കോർപ്പറേറ്റ് ലെവൽ പ്ലാൻസ്. ഡിപ്പാർട്ട്മെന്റ് ലെവൽ പ്ലാൻസ് അതാണോ? അല്ല. ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഷോർട്ട് ടേം ആയിട്ടുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഡിപ്പാർട്ട്മെന്റൽ ലെവൽ പ്ലാൻസ് സെറ്റപ്പ് ചെയ്യണത്. ക്ലിയർ? ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് യൂസിന്റെ ബേസിസിലാണ് അടുത്ത ക്ലാസിഫിക്കേഷൻ. സോ ഓൺ ദ ബേസിസ് ഓഫ് യൂസ്, ഹൗ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ്, എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യണത്? പ്ലാൻസ് ഓൺ ദ ബേസിസ് ഓഫ് യൂസിന്റെ ബേസിസിലാണ് അടുത്ത ക്ലാസിഫിക്കേഷൻ. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് മൾട്ടി
purpose use plants and single use plants രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യണത്. അപ്പോൾ ക്ലാസിഫൈഡ് സ്റ്റാൻഡിങ് ആൻഡ് സിംഗിൾ യൂസ് പ്ലാൻ. മൾട്ടി പർപ്പസ് യൂസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിങ് പ്ലാൻ ആണ്, അല്ലെങ്കിൽ സിംഗിൾ യൂസ് പ്ലാൻ. മൾട്ടിപ്പിൾ ഓർ സ്റ്റാൻഡിങ് പ്ലാൻസ് ആൻഡ് സിംഗിൾ യൂസ് പ്ലാൻ. ഈ മൾട്ടി പർപ്പസ് യൂസ് പ്ലാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേറൊരു പേരും കൂടിയുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റാൻഡിങ് പ്ലാൻസ്. And this is single use plants. Appo multi-purpose plants is again classified into 5. It is objectives. First one is objectives, and next is policies, strategies, procedures and rules. ഈ മൂന്നായിട്ടാണ് നമ്മളുടെ മൾട്ടി-പർപ്പസ് പ്ലാനിനെ ക്ലാസിഫൈ ചെയ്യണത്, റൈറ്റ്? അപ്പോൾ നമ്മളുടെ ക്ലാസിഫിക്കേഷൻ എപ്പോഴും ഇങ്ങനെയാണ്. സിംഗിൾ പർപ്പസ് പ്ലാനും മൾട്ടി പർപ്പസ് പ്ലാനും. മൾട്ടിപ്പിൾ യൂസ് പ്ലാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ്സ്, പോളിസീസ്, സ്ട്രാറ്റജീസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് റൂൾസ്. ക്ലിയർ? ഈ 5 ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാറ്. ആൻഡ് സിംഗിൾ യൂസ് പ്ലാൻസിനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യണത്: പ്രോഗ്രാംസ്, ഷെഡ്യൂൾസ് ആൻഡ് ബഡ്ജറ്റ്സ്. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോണത് ഈ കാര്യങ്ങളാണ്. അതായത് മൾട്ടിപ്പിൾ യൂസ് പ്ലാൻസിനെ കുറിച്ചും സിംഗിൾ യൂസ് പ്ലാൻസിനെ കുറിച്ചുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ യൂസ് പ്ലാൻസ് മറന്നു പോകരുത്. സ്റ്റാൻഡിങ് പ്ലാൻസ് എന്നാണ് പറയുക. ഇതിനെ ക്ലാസിഫൈ ചെയ്യണത് ഒബ്ജക്റ്റീവ്സ്, പോളിസീസ്, സ്ട്രാറ്റജീസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് റൂൾസ്. ആൻഡ് സിംഗിൾ യൂസ് പ്ലാൻസ് ആർ ക്ലാസിഫൈഡ് ആസ് പ്രോഗ്രാംസ്, ഷെഡ്യൂൾസ്, ബഡ്ജറ്റ്സ്. ക്ലിയർ? മൾട്ടിപ്പിൾ അല്ലെങ്കിൽ സ്റ്റാൻഡിങ് പ്ലാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും ഉപയോഗിക്കാവുന്നതാണ്. are made to use time and again. Clear? അപ്പോൾ ഇത് ഫോർമുലേറ്റ് ചെയ്യണത് മാനേജീരിയൽ ഡിസിഷൻ ആണ്. മൾട്ടിപ്പിൾ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് യൂസ് പ്ലാൻസ് എന്നും കൂടി നമ്മൾ പറയും ഇതിനെ. കാരണം യൂണിറ്റിയും എഫേർട്ടൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാൻസ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണത് ഒബ്ജക്റ്റീവ്സ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ്, മെത്തേഡ്സ്, റൂൾസ്, സ്ട്രാറ്റജീസ് എക്സെട്ര. സിംഗിൾ യൂസ് പ്ലാൻ അല്ല, പെട്ടെന്നൊരു കാര്യം ഉണ്ടായി. ഇറ്റ് ഈസ് ഫോർ എ സിംഗിൾ പർപ്പസ്. സിംഗിൾ യൂസ് പ്ലാൻ പറയുമ്പോൾ സിംഗിൾ പർപ്പസ് ആണ്, സ്പെസിഫിക് പ്ലാൻ ആണ്. ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാവും ആ ഒരു പ്ലാനിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണത്. ക്ലിയർ? ആ ഒരു പ്ലാനിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ കാരണം ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള യൂസിനാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം വരുന്നു. ഇപ്പം നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം വരിക വെച്ചാൽ ആ പ്രോഗ്രാമിനെ കുറിച്ച്, അതിന്റെ ഷെഡ്യൂൾസ്, അതിന്റെ ബഡ്ജറ്റ്സ്, വൺസ് ദാറ്റ് പ്രോഗ്രാം ഇസ് ഓവർ ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് അഗെയിൻ. കാരണം അടുത്ത പ്രോഗ്രാമിന് വേറെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഈ ഒരു ഒബ്ജക്റ്റീവ് ഒക്കെ ഫ്രെയിം ചെയ്യണതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് വീണ്ടും യൂസ് ചെയ്യാനാണ്. പോളിസീസും സ്ട്രാറ്റജീസും ഒക്കെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണതാണ്. ക്ലിയർ? ആൻഡ് നൗ ലെറ്റ് us see the difference between distinction between multiple plans and single use plans. ഇത് രണ്ടിന്റെയും വ്യത്യാസമാണ് നമ്മൾ നോക്കുന്നത്. മൾട്ടിപ്പിൾ യൂസ് പ്ലാൻസിന്റെയും സിംഗിൾ യൂസ് പ്ലാൻസിന്റെയും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ യൂസ് പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് യൂസ്ഡ് അഗെയിൻ ആൻഡ് അഗെയിൻ, പിന്നെയും ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ യൂസ് പ്ലാൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? ടൈം ആൻഡ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. റിപ്പീറ്റേറ്റീവ് ഇൻ നേച്ചർ, ഇറ്റ് ഈസ് റിപ്പീറ്റേറ്റീവ് ഇൻ നേച്ചർ ആൻഡ് ആർ യൂസ്ഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഇവിടെ അങ്ങനെയല്ല, സ്പെസിഫിക് ആണ്, യൂസ്ഡ് ഓൺലി ഫോർ എ പെർട്ടിക്കുലർ പർപ്പസ്. മൾട്ടിപ്പിൾ പ്ലാൻസിൽ എന്തൊക്കെയുള്ളത്? പോളിസീസ്, പ്രൊസീജിയേഴ്സ്, റൂൾസ് എക്സെട്ര. ഇവിടെയോ പ്രോഗ്രാംസ്, പ്രൊജക്ട്സ് ആൻഡ് ബഡ്ജറ്റ്സ്. മൾട്ടിപ്പിൾ പ്ലാൻസ് ആർ meant to achieve unity and uniformity in action throughout the enterprise. നമ്മുടെ എന്റർപ്രൈസിൽ മൊത്തം ഉണ്ടാകുന്ന നല്ല റിസൾട്ടിനെ ഉദ്ദേശിച്ചിട്ടാണ് മൾട്ടിപ്പിൾ യൂസ് പ്ലാൻസ് സെറ്റ് ഔട്ട് ചെയ്യണത്. പക്ഷെ സിംഗിൾ യൂസ് പ്ലാൻസ് അങ്ങനെയല്ല. സിംഗിൾ യൂസ് പ്ലാൻസ് ഒരു സ്പെസിഫിക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിംഗിൾ യൂസ് പ്ലാൻസ് നിൽക്കുന്നത്. ക്ലിയർ? ഇറ്റ് ഈസ് മെന്റ് ഫോർ എ സ്പെസിഫിക് പർപ്പസ്. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പേർപ്പസിനാണ് ഇത്. മൾട്ടിപ്പിൾ യൂസ് പ്ലാൻ ഒരു റെക്കറിങ് സിറ്റുവേഷൻ, വീണ്ടും ഉണ്ടാവുന്ന സിറ്റുവേഷനിലൊക്കെ നമ്മളുടെ ഒബ്ജക്റ്റീവ്സിനെ വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ? വീണ്ടും നമുക്ക് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കാം. പക്ഷേ സിംഗിൾ യൂസ് പ്ലാനിൽ അങ്ങനെയല്ല. ഇറ്റ് ഈസ് മെന്റ് ടു ടാക്കിൾ എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ. ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സിറ്റുവേഷനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിംഗിൾ യൂസ് പ്ലാന് നമ്മൾ ക്രിയേറ്റ് ചെയ്യണത്. So these are all the things what we have studied today. The types of plans on the basis of time, on the basis of levels, on the basis of broadness and use.
on the basis of time, long term, short term, and medium term, on the basis of levels, top level, middle level, and lower level plans, on the basis of broadness, corporate level plans and department level plans, on the basis of use, multi-purpose use plan, single use plan. Multi-purpose use plan is also known as standing plans. It is divided into 5 objectives, policies, strategies, procedures, and rules. Single use plan is divided into 3 programs, schedules, and budgets. What is the difference between single, multiple plans and single use plans? Right. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. Let us study it in the next class. Clear?